നമസ്കാരം. അംശുബിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue. പ്രധാന വാർത്തകൾ. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചരിത്ര നേട്ടം. ആദ്യ അന്താരാഷ്ട്ര യാത്രാ വിമാനം പറന്നിറങ്ങി. മഹാരാഷ്ട്രയിൽ വ്യാജപാൽ നിർമ്മാണം തുടർക്കഥയാകുന്നു. രാസവസ്തുക്കൾ ചേർത്ത് കൃത്രിമ പാൽ നിർമ്മിച്ച കോടിക്കണക്കിന് ലിറ്റർ വിപണിയിലെത്തിച്ച സംഘം പിടിയിൽ. കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. 3 മാസമായി മുടങ്ങി നോർക്ക ക്ഷേമനിധി പെൻഷൻ. ആശങ്ക പങ്കുവച്ച് മുംബൈ മലയാളി. വാർത്തകൾ വിശദമായി. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചരിത്ര നേട്ടം. അബുദാബിയിൽ നിന്ന് ആദ്യ അന്താരാഷ്ട്ര യാത്രാ വിമാനം വിമാനത്താവളത്തിൽ സുരക്ഷിതമായി പറന്നിറങ്ങിയതോടെ അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഔദ്യോഗികമായ തുടക്കമായി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IS-208 വിമാനമാണ് അബുദാബിയിൽ നിന്ന് രാവിലെ 10:20 നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ആഭ്യന്തര സർവീസുകൾ ആരംഭിച്ച് 201 ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനത്താവളം ആദ്യ അന്താരാഷ്ട്ര സർവീസിനെ വരവേറ്റത്. ആദ്യ വിമാനത്തിൽ കയറ്റുമതി ചെയ്ത പെട്ടെന്ന് നശിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും എത്തിയതോടെ അന്താരാഷ്ട്ര കാർഗോ സേവനങ്ങൾക്കും തുടക്കമായി. അന്താരാഷ്ട്ര സർവീസുകളുടെ ആരംഭത്തോടെ നവി മുംബൈ വിമാനത്താവളം മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ രണ്ടാമത്തെ പ്രധാന അന്താരാഷ്ട്ര കവാടം എന്ന നിലയിലേക്ക് നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മനുഷ്യജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന വ്യാജ പാൽ നിർമ്മാണം തുടർക്കഥയാകുന്നു. പാലെന്ന പേരിൽ മാരകമായ വിഷം വിറ്റിരുന്ന വൻ മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. രാസവസ്തുക്കൾ ചേർത്ത് കൃത്രിമ പാൽ നിർമ്മിച്ച് കോടിക്കണക്കിന് ലിറ്റർ വിപണിയിലെത്തിച്ച സംഘത്തെയാണ് പിടികൂടിയത്. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കോടിക്കണക്കിന് ലിറ്റർ കൃത്രിമ പാൽ വിതരണം ചെയ്തിരുന്ന സംഘം പിടിയിലായത്. പ്രാഥമിക അന്വേഷണത്തിൽ 2.5 കോടിയോളം ലിറ്റർ വ്യാജപാൽ ഇതിനോടകം മുംബൈ ഉൾപ്പെടെയുള്ള വിപണികളിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 6 മാസം മുമ്പ് മുംബൈയിൽ നടന്ന സമാനമായ കൃത്രിമ പാൽ നിർമ്മാണവും വിതരണവും സംബന്ധിച്ച വാർത്ത കൈലി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവർത്തിച്ച് ഇത്തരം കേസുകൾ പുറത്തുവരുന്നത് ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പാലിൽ വെള്ളം ചേർക്കുന്ന പഴയ തട്ടിപ്പിന് പകരം നിർമ്മ ഡിറ്റർജന്റ്, ഷാംപൂ, പാം ഓയിൽ, യൂറിയ, കാസ്റ്റിക് സോഡ തുടങ്ങിയ രാസവസ്തുക്കൾ ചേർത്താണ് യഥാർത്ഥ പാലിന്റെ നിറവും കൊഴുപ്പും പതയും അനുകരിച്ച് കൃത്രിമ പാൽ നിർമ്മിച്ചിരുന്നത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം ലക്ഷ്യമിട്ടായിരുന്നു ഈ അപകടകരമായ നിർമ്മാണം. തുടർന്ന് ഈ കൃത്രിമ പാൽ പ്രമുഖ ബ്രാൻഡുകളുടെ പാക്കറ്റുകളിലാക്കി വിപണിയിലെത്തിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ശക്തമാകുന്നതിനിടെ പാർലമെന്റിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന എല്ലാ പാർട്ടികളും സമരത്തെ പിന്തുണയ്ക്കണമെന്ന് താക്കറെ ആഹ്വാനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ന്യൂഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോണം വാങ്ചുക്കിനോട് സമരം പിൻവലിക്കാൻ ഉദ്ധവ് താക്കറെ അഭ്യർത്ഥിച്ചു. मी फोनवरून त्यांना विनंती केली की सोनमजी तुम्ही प्राणांतिक उपोषण करू नका, कारण तुमच्यासारख्या व्यक्ती या देशाला पाहिजेत. വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിലാണ് താക്കറെയുടെ പ്രതികരണം. ജൂലൈ 20 പാർലമെന്റിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണ അറിയിച്ച താക്കറെ രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണിതെന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പാർട്ടികളും ഒന്നിക്കണമെന്നും ആവശ്യപ്പെട്ടു. त्याच्यावरती देशातल्या सर्व राजकीय पक्षांनी एकत्र यायला पाहिजे. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സമരത്തിന് പിന്തുണ നൽകണമെന്ന് താക്കറെ പറഞ്ഞു. നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ആരോപിച്ച താക്കറെ മഹാരാഷ്ട്രയാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കണ്ടെത്തിയതെന്നും ചൂണ്ടിക്കാട്ടി. സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ല. മഹാരാഷ്ട്രയിൽ സുപ്രധാന നിരീക്ഷണവുമായി പൂനെ സെഷൻസ് കോടതി. മുഖ്യമന്ത്രിക്കെതിരെ അഭിപ്രായം പറയുന്നത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ നടപടികളെ വിമർശിക്കുന്നതോ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതോ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതായി വ്യാഖ്യാനിക്കാനാകില്ലെന്ന് പൂനെ അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മോർച്ചിത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും നക്സൽ അനുകൂല ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തെന്ന കേസിൽ അറസ്റ്റിലായ NCP SP സോഷ്യൽ മീഡിയ വിഭാഗം സംസ്ഥാന മേധാവി മഹാദേവ് ബാൽഗുഡയ്ക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനും അഭിനന്ദിക്കാനും വിമർശിക്കാനും ഓരോ പൗരനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും രാജ്യദ്രോഹം പോലുള്ള ഗുരുതര കുറ്റങ്ങളുടെയും നിയമപരമായ അതിരുകൾ സംബന്ധിച്ച ചർച്ചകൾക്കിടയിൽ പൂനെ സെഷൻസ് കോടതിയുടെ ഈ നിരീക്ഷണം ശ്രദ്ധേയമായ നിയമപരമായ പരാമർശമായാണ് വിലയിരുത്തപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് പണ്ഡാർപൂരിലുള്ള വിത്തൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ നടത്തുന്ന വാർഷിക തീർത്ഥാടനമാണ് പണ്ഡാർപൂർ വാരി. ഭക്തിയുടെ താളവും പാരമ്പര്യത്തിന്റെ പാതയും ഒരുമിക്കുന്ന അതുല്യമായ ആത്മീയ യാത്ര. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന പണ്ഡാർപൂർ വാരി
ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക കാൽനട തീർത്ഥയാത്രകളിലൊന്നായി അംഗീകരിക്കപ്പെടുന്നു. 7 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാരമ്പര്യമാണ് മഹാരാഷ്ട്രയുടെ അഭിമാനമായ പണ്ഡർപൂർ വാരി അഥവാ വിത്തൽ പാൽക്കി സോഹള. സന്ത് ജ്ഞാനേശ്വരുടെയും സർ തുക്കാറാമിന്റെയും പാദുകങ്ങൾ വഹിച്ചുള്ള പാൽക്കി യാത്രയാണ് ഈ തീർത്ഥാടനത്തിന്റെ മുഖ്യ ആകർഷണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇതിനായി പൂനെയിലെത്തുന്നത്. അളന്തിയിലും ദഹുവിലും നിന്ന് ആരംഭിക്കുന്ന പാൽക്കികൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ട് ഏകാദശി ദിനത്തിൽ പണ്ഡർപൂരിലെ ശ്രീ വിത്തൽ ക്ഷേത്രത്തിലെത്തും. വെളുത്ത വസ്ത്രവും ഗാന്ധിത്തൊപ്പിയും തുളസിമാലയും ധരിച്ച വർക്കാരികൾ ഭക്തിഗാനങ്ങളും സ്തുതിഗീതങ്ങളും ആലപിച്ചാണ് യാത്ര തുടരുന്നത്. ഭക്തിസാന്ദ്രമായ യാത്രയിൽ ജാതിയോ മതമോ സാമ്പത്തിക വ്യത്യാസങ്ങളോ ഇല്ല. എല്ലാവരും ഒരേ നിരയിൽ നടക്കുന്ന ആത്മീയ ജനകീയ യാത്ര. 21 ദിവസം എടുത്തിട്ടാണ് അവർ ഇവിടുന്ന് 250 കിലോമീറ്റർ താണ്ടി പണ്ഡർപൂർ ചെന്നിട്ട് വ്രതം എല്ലാം എടുത്തുകൊണ്ടാണ് ഇവർ 10-40 ലക്ഷം ആൾക്കാരാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ഒരു ഭയങ്കര അത്ഭുതമുള്ളൊരു കാഴ്ചയാണ് സംഭവിച്ചത്. യാത്രയിൽ ഭക്ഷണം, താമസം, ചികിത്സ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും സന്നദ്ധ പ്രവർത്തകരാണ് ഒരുക്കുന്നത്. ഇതിനായി പ്രത്യേക പന്തലുകൾ റോഡിന് ഇരുവശത്തുമായി സജ്ജീകരിച്ചിട്ടുണ്ട്. വിശ്വാസവും അച്ചടക്കവും സേവനവും ഒത്തുചേരുന്ന ഈ തീർത്ഥാടനം മഹാരാഷ്ട്രയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. മഴയും വെയിലും താണ്ടി 40 ലക്ഷം ആൾക്കാർ കാൽനടയായിട്ടാണ് ഇവിടുന്ന് 240 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നാട്ടുകാരാണ് ചെയ്തു കൊടുക്കുന്നത്. മലയാളികൾ അധികം പോകാറില്ല, പക്ഷെ ഇത് കാണാനായിട്ട് എല്ലാവരും ഇവിടെ ഒത്തുകൂടും. വിശ്വാസത്തിന്റെ വഴികളിലൂടെ നൂറ്റാണ്ടുകളായി സഞ്ചരിക്കുന്ന ഈ വാരി ഒരു തീർത്ഥയാത്ര മാത്രമല്ല, സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും മഹത്തായ സന്ദേശം കൂടിയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും.